15 വയസ്സിൽ തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞായില്ലേ? ഇല്ല, ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല. സത്യത്തിൽ എല്ലാവരും ഉണ്ടെന്ന് ആരും ഇല്ലാത്ത പോലെ ആയിരുന്നു എനിക്ക്. ഇപ്പോൾ ധൈര്യ. ഇല്ല ഇല്ല, പകലൊന്നും ഇവിടെ ഉണ്ടാവില്ല. ചോദിച്ചാൽ എന്തെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞാലല്ലേ. ജോലിക്ക് പോകാൻ പൊതുവെ ഇഷ്ടമൊന്നുമല്ല. എന്നെ പേടിച്ചിനിപ്പോൾ വഴക്കിടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പോണ പോലെയൊക്കെ അഭിനയിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറയാറുമില്ല, നന്നാവില്ല. ചായ ചോദിച്ചിട്ട് കുറേ സമയമായി. ചായ കിട്ടുമോ? അതെ, അത് തന്നെ. എന്താ? അല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇവിടുത്തെ രീതികളും കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് മാറ്റം? എന്ത് മാറ്റമൊന്നും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പറ. നിനക്കൊരു മാറ്റമില്ല? സാധാരണ ഈ ചായ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരാറ്? ഞാൻ ഇറങ്ങാൻ നേരത്ത് നീ ചായ ആയിട്ട് വന്ന് നിൽക്കാറില്ലേ? അവിടെ ചായ ഇരിപ്പുണ്ടായാലും നിങ്ങൾക്ക് വന്ന് കുടിക്കായിരുന്നില്ലേ? ഓ, അങ്ങനെയാണല്ലോ ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ അവിടെ വന്ന് ഞാൻ ചായ എടുത്ത് കുടിക്കലാണല്ലേ? എപ്പോഴും നടക്കണ പോലെയൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് കാര്യം എന്താണെന്ന് എനിക്കറിയണം, അതാ ഞാൻ ചോദിക്കണം. എന്ത് കാര്യം? അല്ല, നിനക്ക് എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഈ രീതിയിലൊക്കെ ഒരു മാറ്റം സംഭവിച്ചേക്കണേ? ഞാൻ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് തോന്നണേ ഞാൻ എന്ത് ചെയ്യാനാ? തങ്കവിടെ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. എന്താ? നിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറയും. നീ വെറുതെ ഇങ്ങനെ അതും ഇതും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള പെരുമാറ്റം അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറ. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ഗണിച്ചെടുക്കാനായിട്ട് എനിക്ക് കണിയാൻ്റെ പണിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അതേ നിൽക്കണം. ഓ, ഞാനില്ലാതായി കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇന്ന് പോകണ്ടേ? കുറേ നേരമല്ല എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാനും പോയിട്ട് നടക്കുന്നതാണ് അത്യാവശ്യം. ഞാൻ ചിലപ്പോൾ പോയില്ലെന്ന് വരും, പോയിന്നും വരും. ഈ ഷർട്ടൊക്കെ ഇങ്ങനെ മുഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പാടാട്ടോ കഴിയാൻ. തങ്കം ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നേ തങ്കം. എന്താ? അതെ, എന്താ? എനിക്കിത് ഇങ്ങനെ ഒരുപാട് സഹിക്കാനൊന്നും പറ്റില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയണം. എനിക്കൊരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? എനിക്ക് എന്തേ പ്രശ്നം? നീ കൊച്ചിനോടുള്ള പെരുമാറ്റം പോലും തന്നെ അത് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. അതെന്റെ കൊച്ചാ, ഞാൻ പ്രസവിച്ച കൊച്ചാ. എനിക്കറിയാം അതിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എങ്ങനെ പെരുമാറണമെന്ന്. നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ കൊച്ച്, ഞാൻ ഇതൊന്നും ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കണുണ്ട്. നിങ്ങളുടെ കേസ് കൊടുക്കുന്ന എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ വന്നേ. നന്ദ എങ്ങും പോയില്ലേ? പോണം. പോണോളിയാ. എന്താ ഒരു വൈക്ലഭ്യം? ഒന്നുമില്ല. ഒന്നുമില്ല. എന്താ നിനക്കൊരു ഇരിപ്പുറക്കായിക? പൈസക്കാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട, എൻ്റെ കയ്യിലില്ല, ഞാൻ തരില്ല. ഞാനിപ്പം അതിനൊന്നും അല്ലടിയാ വന്നേ. ഇനി ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാൻ. പിന്നെന്താ, നീ അല്ലെങ്കിലും ഗൗരവമായിട്ടല്ലേ പറയാറുള്ളൂ, തമാശ പറയാറില്ലല്ലോ. അല്ലെ, തമാശകളായി. അതെ, ഞാനിപ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം എനിക്ക് അളിയനോട് സംസാരിക്കണം. എന്നാൽ അതെങ്കിലും മൊഴിയടോ. ഒരു സഹോദരിയുടെ പരാതി സഹോദരനോട് പറയണമെന്ന് അളിയൻ കരുതണ്ട. ഒരു സുഹൃത്തിൻ്റെ വിഷമം അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എന്താ കാര്യം? അതെ, സംഘത്തിൻ്റെ പോക്ക് ഈയിടെയായിട്ട് അത്ര എനിക്കെന്തോ ഒരു സുഖക്കുറവുണ്ട്. എന്ത് സുഖക്കുറവ്?
അവളുടെ പെരുമാറ്റവും രീതിയൊക്കെ എന്താ പറയാ, നീ തങ്കത്തിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കാലത്രേ? അതുകൊണ്ടാണ് എനിക്കത് തോന്നി തുടങ്ങിയത്. ആ പിന്നെ തങ്കപ്പ ഇതുവരെ ഇല്ലാത്ത മാറ്റം. തങ്കപ്പ എങ്ങനെ പെരുമാറുന്നു നീ പറയണേ? 24 മണിക്കൂറും ഫോണിലാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാറില്ല. കൊച്ചിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ല. എൻ്റെ തുണികൾ അലക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല. ക്ലീറ്റസേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വരരുത് കേട്ടാ. നിന്റെ എല്ലാ പോക്കൃത്തരങ്ങളും ഞാൻ സഹിക്കാം, പക്ഷെ ഈ വക തോന്നിയ ദിവസം പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വരരുത്. അളിയാ, നീ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. എന്താ നിന്റെ ഭാഗത്ത് ചിന്തിക്കാനുള്ള? എൻ്റെ അവസ്ഥ നിനക്കറിയില്ല. ഞാൻ ഇത്രയും നാൾ കണ്ട ഒരു തങ്കമല്ല ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയണേ. അതിനെന്താ കാരണം? എന്താ അതിന് കാരണം? നിന്റെ പോക്ക്, നീ ശരിയല്ല. നീ നന്നായിരുന്നെങ്കിൽ അവളിങ്ങനെ ചെയ്യൂല. നീ എഴുതപ്പുറം വായിക്കരുത്. എടേ, വീട്ടിൽ ആണുങ്ങളായിട്ട് നിൽക്കണം. നീ ഈ മറ്റേ ഒരു തൊഴിലും ഇല്ല, ഒരു പരിപാടി ഇല്ലാണ്ട് വെറുതെ തോന്നിയ പോലെ നടക്കുന്നതന്നെ. അളിയാ, അതിപ്പോ ഇത് എത്ര കാലം സഹിക്കും ഒരാള്? ഇത് അതല്ല അളിയാ, ഇത് അതിലപ്പുറം എന്തൊക്കെയോ ഉണ്ട്. നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ വീട്ടിൽ വന്ന് നിന്ന് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. അപ്പം ഞാനത് ആദ്യമേ നിന്നോട് പറഞ്ഞത്. തങ്ങളുടെ കുറ്റം പറയാൻ വന്നതല്ല ഞാൻ. നീ എൻ്റെ ഒരു സുഹൃത്താണ്. അതുകൊണ്ട് നിന്നോട് ഞാൻ എൻ്റെ ഒരു വിഷമം പറയാൻ വന്നു, അത്രേ ഉള്ളൂ. എന്താടാ? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? ക്ലീറ്റസുമായിട്ട് എന്താ പ്രശ്നം? ക്ലീറ്റായിട്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ആര് പറഞ്ഞു? ക്ലീറ്റായിട്ട് പ്രശ്നമൊന്നുമില്ല. കാര്യം പറ എന്താന്ന്? എന്തൊരു കാര്യമില്ല. അവൻ എൻ്റെ അടുത്തൊന്ന് പരാതി പറഞ്ഞല്ലോ. എന്തെന്ന്? നീ എന്തോ ഭയങ്കര പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. എനിക്കറിയില്ല. അങ്ങനെ എന്താണെന്ന് ചോദിക്കായിരുന്നില്ലേ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ? എനിക്കറിയില്ല. ഞാൻ സാധാരണ പോലെ പെരുമാറുന്നത്. എനിക്ക് പണിയുണ്ട്. പണിയൊക്കെ എടുക്കാൻ എവിടെ ഇനി? എന്ത് പറയാനാ? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ? നിങ്ങളെല്ലാവരും ഓരോന്ന് മനസ്സിൽ വെച്ച് വർത്താനം പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. അല്ലാതെ സാധാരണ പരാതിക്കാരി. എനിക്ക് പരാതിയില്ല. എൻ്റെ പരാതി എല്ലാം തീർന്നു. അല്ല, അപ്പൊ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്കത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാളിയ, നീ ഒന്ന് സംസാരിക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല. അപ്പൊ അതൊന്ന് ചോദിക്കുന്നത് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കണ്ടേ? ചോദിച്ചോ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കത് പറ. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വെറുതെ വായുന്ന് എടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ നിങ്ങൾക്ക്? അല്ലടി, അവന്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ അവിടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചായയൊക്കെ കുടിച്ചു, ചമ്മന്തി ചായ ഉണ്ടാക്കി കൊടുത്ത്, എന്നിട്ട് അവിടെ കുറേ നേരം അമ്മയുടെ ഒക്കെ വർത്താനം പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ കച്ചവടത്തിന് പോകുന്നുണ്ട്. 2-3 കച്ചവടം ശരിയായി. എന്നിട്ട് പൈസ എനിക്ക് 2000 രൂപ തരാണ്ടായിരുന്നു. ആ പൈസ എനിക്ക് തന്നു. ബാക്കി പൈസ തങ്കത്തിൻ്റെ അടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പോകുന്നത്. ആരുടെയും പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഞാനിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാം. എനിക്ക് ഈ ജീവിതം മതി. ഇതിന് സന്തോഷം എന്ന് പറയില്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങളൊന്നും കാണാത്ത സന്തോഷം എനിക്ക് ഇതിനകത്തുണ്ട്. അത് എന്താന്നാ ഈ ചോദിക്കണത്? എന്തെന്ന്? ഇപ്പം ഞാൻ നിന്റെ വീട്ടിലൊരു കാര്യത്തിനെ ശല്യപ്പെടുത്താൻ വരണില്ലല്ലോ. കടം ചോദിക്കണില്ല, അത് വേണം ഇത് വേണമെന്ന് പറയണില്ല. അതെ, ഞാനിവിടെ എൻ്റെ ജോലികളായിട്ട് എൻ്റെ സന്തോഷങ്ങളായിട്ട് ഇവിടെ ഒതുങ്ങിക്കൂടാ. എനിക്കതാ ഇഷ്ടം. അതിനിപ്പോൾ മാറ്റങ്ങളാണെന്ന് പറയണ്ട. ഒരു ഇഷ്ടം കണ്ടെത്തി ഞാൻ അങ്ങനെ ജീവിക്കണു. അതിലെന്താ തെറ്റ്? അപ്പൊ ക്ലീറ്റസ് നന്നാവാനും നീ സമ്മതിക്കില്ല എന്നർത്ഥം അല്ലേ? ഇനി എനിക്ക് ദേഷ്യം വരൂട്ട കനക. ഞാൻ ആരുടെ നന്നാവലിനോ ചീത്താവലിനോ ഒന്നിനും കാരണക്കാരിയാവാൻ താല്പര്യമില്ല. നീ ഇപ്പോൾ ചോദ്യം ചെയ്യാനാ വന്നെങ്കിൽ എനിക്ക് അതിന് ഇരുന്ന് തരാനുള്ള സമയവുമില്ല. എന്നെ ഈ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വന്ന് ഒരു കാര്യമില്ലാതെ എന്ത് ചോദ്യം ചെയ്യണ കാര്യത്തിന്? അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോ നീ എൻ്റെ പെങ്ങളല്ലേ?
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പെങ്ങളാണെങ്കിൽ ഒരു കാര്യത്തിലും അങ്ങനെ പരിധി കൂടുതലൊന്നും പെരുമാറുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ത് പരിധി കൂടുതൽ? എന്താ പരിധി വിട്ട് ഞാൻ നിന്നോട് ചോദിച്ചത്? എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത്? എന്താ കുഴപ്പമെന്ന്? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിനക്ക് പ്രശ്നമില്ല നീ പറയുന്നുണ്ടെങ്കിലും അവന് പ്രശ്നമുണ്ട്, എനിക്കും പ്രശ്നമുണ്ട്. അപ്പോഴോ നിനക്ക് എന്താ പ്രശ്നം? നീ ഒരാഴ്ചയായിട്ട് നിന്നെ ആ വഴിക്ക് കാണാനില്ലല്ലോ. അതന്നല്ലേ പറഞ്ഞേ, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരണില്ല. എനിക്കിവിടെ വേണ്ട പണിയുണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങളുണ്ട്, അത് നോക്കണ്ടേ? അവിടെ വന്നിരുന്നാൽ മതിയോ? എന്നിട്ടിപ്പോ എങ്ങനെ നിന്നോട് സമാധാനം പറയാന്ന് എനിക്കറിഞ്ഞൂടാ. അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കനക നല്ലത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് പ്രശ്നമില്ലാന്നേ. എല്ലാരുടെ ജീവിതത്തിലും ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാ പോരെ. അത് നിങ്ങൾക്ക് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതല്ലേ ഞാനീ പറയണേ. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, കഷ്ടപ്പാടും ഇല്ല. ഞാനിത് പരാതിയായിട്ട് പറഞ്ഞതല്ല, നിന്നോട് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സന്തോഷാണ് എനിക്കിപ്പോ. നിന്റെ ഇരിപ്പ് കണ്ട് ഒരിക്കലും സന്തോഷം എന്ന് പറയില്ല. നിങ്ങൾക്ക് തോന്നാത്തതിന് ഞാൻ എനിക്ക് ഇതിൽ കൂടി ഡാൻസ് കളിച്ചിട്ട് നടക്കാൻ പറ്റുമോ? ആരുടെ ശല്യമില്ല, ഒന്നുമില്ല, നല്ല സുഖമായിട്ട് ജീവിക്കണം ഞാൻ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ. നീ ഇത് ചോദിക്കാനാണ് വന്നെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. നീ നിന്റെ ഭാര്യയുടെയും നിന്റെ കുടുംബത്തിന്റെയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർത്താനം തന്നെ നിന്റെ കുഴപ്പം. ഈ സംസാരം തന്നെ നിന്റെ കുഴപ്പം, വേറെ ഒന്നുമല്ല. ഇതിനെന്താ പറയാ അറിയോ? തമ്മാടിത്തരം. ഞാൻ തെക്കര മറ്റേ വീരാൻകുട്ടിയാക്കൊന്നും അല്ലല്ലോ. ഞാൻ നിന്റെ ആങ്ങളല്ലേ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ചോദിക്കണടി. എനിക്ക് പ്രശ്നമില്ലാന്നേ. ക്ലീറ്റോന് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീറ്റോനോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. നീ എന്നിട്ട് പോയിക്കാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്തോ? എന്താണ് നന്നാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണത്. അപ്പോൾ അതിൽ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ വഴിക്ക് പോക്കോളാം. എന്തെങ്കിലും എന്നോട് വനവൻ ചോദിക്കണതിനാ? നിങ്ങളൊക്കെ ചെയ്യണത് എന്നോട് ചോദിച്ചിട്ടാ? എന്തെങ്കിലും വിളിച്ച പറ. എന്താ